നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ 2026 മേടമാസത്തിലെ ഷഷ്ഠിവ്രതം വരുന്നത് എന്നാണ് എന്നും ഷഷ്ഠിവ്രതം അനുഷ്ഠിച്ചാലുണ്ടാകുന്ന ഗുണഫലങ്ങളെപ്പറ്റിയും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെപ്പറ്റിയുമാണ് പറയുന്നത്. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2026 മേടമാസത്തിൽ ഷഷ്ഠിവ്രതം വരുന്നത് ഏപ്രിൽ 22 ബുധനാഴ്ചയാണ്. സുബ്രഹ്മണ്യ ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വ്രതത്തെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. മേടമാസത്തിലെ വെളുത്ത പക്ഷ ഷഷ്ഠിയാണ് വ്രതാനുഷ്ഠാനത്തിന് ഉത്തമമായിട്ട് വരുന്നത്. 2026 ഏപ്രിൽ 22 ബുധനാഴ്ച പുലർച്ചെ 1:20 ആരംഭിച്ച് ഏപ്രിൽ 22 രാത്രി 10:50 അവസാനിക്കുന്നതാണ് ഈ വർഷത്തെ ഷഷ്ഠിവ്രതം. ഷഷ്ഠിവ്രതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഇനി ഞാൻ പറയാം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഇത്. സന്താനങ്ങളില്ലാത്തവർക്ക് സൽസന്താനങ്ങൾ ലഭിക്കാനും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും ഉന്നതിക്കുമായി ഈ വ്രതം അനുഷ്ഠിക്കുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാകാനും സുബ്രഹ്മണ്യ ഭജനം സഹായിക്കുന്നു. ചർമ്മരോഗങ്ങൾ മാറുന്നതിനും ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഷഷ്ഠിവ്രതം വിശേഷമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുടുംബത്തിൽ സമാധാനവും ദമ്പതികൾക്കിടയിൽ ഐക്യം ഉണ്ടാകാൻ ഈ വ്രതം സഹായിക്കും. തലേദിവസം പഞ്ചമി നാൾ ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ. ഷഷ്ഠി ദിവസം അതിരാവിലെ ഉണർന്ന് സ്നാനം കഴിഞ്ഞ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചോ വ്രതം നോക്കാം. എണ്ണ ചേർത്ത ആഹാരം ഒഴിവാക്കുന്നത് ഉത്തമം. ഓം വല്ലീദേവസേനാ സമേത സുബ്രഹ്മണ്യായ നമ എന്ന മന്ത്രമോ സുബ്രഹ്മണ്യ ഭുജംഗം പോലുള്ള സ്തോത്രങ്ങളോ ചൊല്ലുക. പിറ്റേ ദിവസം സപ്തമിയുടെ അന്ന് രാവിലെ തുളസി തീർത്ഥം സേവിച്ച് വേണം വ്രതം അവസാനിപ്പിക്കാൻ. ഏപ്രിൽ 22 തന്നെ ഉപവാസം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഐശ്വര്യവും വിജയവും നൽകാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഏവരെയും സുബ്രഹ്മണ്യ സ്വാമി അനുഗ്രഹിക്കട്ടെ.